ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാർഡ്ബോർഡ് യൂസ് ചെയ്ത് ഒരു ഹോം ഡെക്കറാണ് ചെയ്തെടുക്കാൻ പോണത്. അതിനായിട്ട് കാർഡ്ബോർഡിൽ ആനയുടെ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തനിയെ വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇതുപോലുള്ള പിക്ചർ, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള പിക്ചർ എങ്ങനെയാണ് ഈസി ആയിട്ട് ഇതുപോലെ പകർത്തി വരയ്ക്കുക എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ മേലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എളുപ്പത്തിൽ ഇതുപോലെ പിക്ചർ പകർത്തിയെടുക്കുക. അങ്ങനെ ഞാനിത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലുള്ള കത്തി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കത്രികയാണ് യൂസ് ചെയ്യണത്. ഇതുപോലെ വളവുകളൊക്കെ ഉള്ള ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ 7 എണ്ണം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരെണ്ണം മാതൃകയാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം അത് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ മൊത്തം 8 എണ്ണം ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള കാർഡ്ബോർഡിൻ്റെ തിക്നെസ് അനുസരിച്ച്, തിക്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചേർത്ത് വെച്ചാൽ ഇത്രയും തിക്നെസ്സാണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് 4 എണ്ണം നമ്മൾ എടുക്കുക. എന്നിട്ട് ചേർത്ത് പിടിച്ച് ഇതിൻ്റെ തുമ്പിക്കൈൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഈ കട്ട് ചെയ്ത 4 എണ്ണം കൂടി ഒന്നിന് മീതെ ഒന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ സാധാരണ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് തുമ്പിക്കൈയുള്ള 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ച് പിടിച്ച് ഈ സൈഡിലും തുമ്പിക്കൈയുള്ള 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. മേൽഭാഗത്തും കൂടി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളുടെ 8 എണ്ണവും ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഈ തുമ്പിക്കൈയുടെ അറ്റത്ത് നമ്മൾ ചേർത്ത് പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് സമയം നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ അയലിടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പിട്ട് വെച്ചാലും മതി. ഞാൻ അതുപോലെ ക്ലിപ്പിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ചേർന്നിരിക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത്, ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒപ്പം അല്ലാണ്ട് എന്തെങ്കിലും പൊന്തിയിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ കത്തി യൂസ് ചെയ്ത് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളൊരു കാർഡ്ബോർഡ് പീസിൽ ആനയുടെ ചെവി വരച്ചെടുക്കണം. ശരിക്കുള്ള ആനയുടെ ചെവിയുടെ ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ വരച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലുള്ള 2 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഈ ചെവിയുടെ സ്ഥാനത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് 2 സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനുള്ള ഗ്ലൂ റെഡിയാക്കി എടുക്കാം. 1 സ്പൂൺ വെള്ളം, 1 സ്പൂൺ ഗ്ലൂ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഗ്ലൂ എത്ര എടുക്കുന്നുണ്ടോ അത്രയും തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഈ ഗ്ലൂ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മുടെ ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിൻ്റെ മേലെ കൂടി വീണ്ടും കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ഈ രീതിയിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ലെയർ ഒട്ടിച്ചതിന് ശേഷം രണ്ടാമത് ഒരു ലെയർ കൂടി ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഈ ആനയുടെ ചുറ്റുള്ള ഭാഗത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ചുരുട്ടി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് കുതിർത്ത് കൊടുക്കുക പേപ്പർ. എന്നിട്ട് നമ്മളുടെ വിളക്കിലിടാനുള്ള തിരിയില്ലേ, ആ തിരിയൊക്കെ ഉണ്ടാക്കണ പോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിതിൽ ക്ലേ ഒന്നും യൂസ് ചെയ്യണില്ല. അതിന് പകരമായിട്ട് ഈ രീതിയിൽ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യണത്. ഇങ്ങനെ ചുരുട്ടിയെടുത്ത ടിഷ്യൂ പേപ്പർ നമ്മുടെ ഈ ചെവിയുടെ ചുറ്റുള്ള ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മതി. നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ കൂടി വീണ്ടും കുറച്ചുകൂടി ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പകുതി എടുത്ത് ഈ രീതിയിൽ ചുരുട്ടി നമ്മൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ നടുക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ കൂടെ അത്യാവശ്യം നല്ലോണം തന്നെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂവിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ലേ, അതാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടിയെടുത്ത് കണ്ണിൻ്റെ സ്ഥാനത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാത്തിൻ്റെ മേലെ നമ്മൾ ഗ്ലൂ കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളത് കൊമ്പാണ്. അതിനായിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടിയെടുത്ത് ഒരറ്റം മാത്രം കുറച്ച് ഷാർപ്പാക്കി ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക.
എന്നിട്ട് കൊമ്പിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചുരുട്ടിയെടുത്ത ടിഷ്യൂ പേപ്പർ ഈ ഒരു രീതിയിൽ ആനയുടെ പുറത്തായിട്ട് ഇതുപോലെ ഒരു വിരി വിരിച്ച പോലെ തോന്നാനായിട്ട് ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ഡയഗണലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എല്ലാതും ഗ്ലൂ അപ്ലൈ ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ വീണ്ടും കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ആക്രിലിക് പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. ആദ്യം തന്നെ റെഡ് കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ റെഡ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലൂ കളർ ആക്രിലിക് പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാനിത് കുറച്ച് കളർഫുള്ളാക്കി ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം യെല്ലോ കളർ പെയിൻറ്റ് നമ്മുടെ ബാംബു സ്റ്റിക്കില്ലേ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെന്നോ അല്ലെങ്കിൽ പെൻസിലിൻ്റെ ഒക്കെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ഞാനിതിൽ ചെയ്യണത്. ഈ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്ത സ്ഥലത്ത് യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഡോട്ടുകൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെവിയിലും ബ്ലൂ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടുകളാണ് ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ണിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വാലിൻ്റെ സ്ഥാനത്ത് ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ്. ഇനി രണ്ട് കാലുകളിലായിട്ട് ബ്ലൂ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. കൊമ്പിന് വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാംബു സ്റ്റിക്കിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചിട്ട് വൈറ്റ് കളർ പെയിൻ്റ് കൊണ്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ട് ഗോൾഡൻ കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ബ്ലൂ കളറിൻ്റെ ചുറ്റും ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലൈനർ ബ്രഷ് യൂസ് ചെയ്ത് താഴെ ഇതുപോലെ ചെറിയ ചെറിയ ലൈനുകൾ വരച്ച് കൊടുക്കുകയാണ്. ഗോൾഡൻ കളർ പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാലിലും ചെറിയ ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ ആക്രിലിക് പൗഡറാണ്. കയ്യിലെടുത്തിട്ട് ഒരല്പം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് താഴെ വെച്ചാൽ ഇതുപോലെ നിൽക്കും. ഈ രീതിയിൽ തന്നെ ഒരല്പം വലുതും കൂടി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ രണ്ടെണ്ണം കൂടി ചേർത്ത് വെച്ചാലാണ് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടാക്കാൻ പറയുക. അതുപോലെ എല്ലാവരും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം.